വെൽക്കം ടു ആനീസ് കിച്ചൺ ആൻഡ് യു ആർ വാച്ചിങ് ആനീസ് കിച്ചൺ വിത്ത് ആനി. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് മത്തി മുളകിട്ടതാ. ഏത് തരം മീനാന്നേലും നല്ലതാ. അതിന് ഇന്ന മീന് വേണമെന്നൊന്നുമില്ല. അതിന് വേണ്ടിയ കാര്യങ്ങൾ എന്നാന്ന് വെച്ചാൽ കുറച്ച് കടുക്, പിന്നെ വേണ്ടിയത് കുറച്ച് ഉലുവ, ഒരു 10-15 ചെറിയ ഉള്ളി, ഒരു 2-3 പച്ചമുളക്, കുറച്ച് മഞ്ഞപ്പൊടി, ഒരു ഇച്ചിരി കുരുമുളക് പൊടി. ഇതെന്നാന്ന് വെച്ചാൽ കുറച്ച് ഉലുവ പൊടിയാ. ഉലുവയുണ്ട്, ഉലുവ പൊടിയുണ്ട്. കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി. ഇഞ്ചിയും വെളുത്തുള്ളിയും മത്തി ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ ഇടണേ. ഇനി എന്നാന്ന് വെച്ചാൽ ഒരു തക്കാളി, ഒരു വലിയ തക്കാളി അരച്ചതാ. ഇത് സാദാ മുളക് പൊടിയാ. ഇത് കാശ്മീരി മുളക് പൊടി. അതായത് കാശ്മീരി മുളക് പൊടിക്ക് എരിവില്ല. പക്ഷെ മീൻ ഇച്ചിരി കപ്പയുടെ കൂടെ തിന്നണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഉപ്പും എരിവും ഒക്കെ വേണം. ഇത് കുറച്ച് കായം. പിന്നെ ഞാനിവിടെ ഇട്ടേക്കുന്നത് കൊടംപുളിയാ. ചില നാട്ടിൽ പിഴിപുളി ഉപയോഗിക്കാറുണ്ട്. ഏതായാലും കുഴപ്പമില്ല. ഇനി വേണ്ടിയത് കുറച്ച് മത്തിയാ. ഇത് ഞാൻ വരഞ്ഞിട്ടില്ല, അല്ലാതെ തന്നെ വെച്ചേക്കുക. ഇതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് കറിവേപ്പിലയാ. അതിനോട് ഒരു കോംപ്രമൈസ് ഞാൻ ചെയ്യല. ഇത് ഈ മെയിൻ മുളക് ഇട്ടതൊക്കെ കറിവേപ്പില ഇടുമ്പോഴത്തേക്ക് എന്തൊരു മണമാണെന്നറിയാവോ. അതിനാദ്യം ചട്ടി ഒന്ന് ഞാൻ ചൂടാക്കി വെച്ചേക്കുക. പക്ഷെ എന്നാലും ഉണ്ടല്ലോ, ഒരു ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചേച്ച് ചട്ടി ഒന്ന് ചൂടാവട്ടെ. മത്തിയൊക്കെ ശരിക്കും പറഞ്ഞ എൻ്റെ അഭിപ്രായം, മത്തി എന്നല്ല, ഇതേപോലത്തെ മീൻകറി മുളകിട്ടത് വെച്ചതായാലും ശരി, കോട്ടയം സ്റ്റൈൽ മീൻകറി വെക്കുവാന്നേലും ഞാൻ ഒരു കാര്യം പറയാം, മീൻകറിയൊക്കെ എപ്പോഴും തലേന്ന് വെച്ച് വെക്കുന്നതാ ഏറ്റവും കൂടുതൽ സ്വാദ്. അതിൻ്റെ കൂടെ ആന്നേൽ ഈ പറഞ്ഞ പോലെ കുറച്ച് എന്താ പറയുക, പിറ്റേ ദിവസത്തെ പഴങ്കഞ്ഞിയൊക്കെ കുടിക്കാനായിട്ട് ഈ മീൻകറിയൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ കുറച്ച് കപ്പയും അതൊക്കെ ഇട്ട് കഞ്ഞി ആന്നേലും പഴങ്കഞ്ഞി ആന്നേലും ഇതൊക്കെ കുടിക്കാൻ എന്നാ ടേസ്റ്റാ അല്ലേ. ഇനി എണ്ണ നമ്മൾ ചൂടാവാൻ വെച്ചേക്കുക. കടുക് ഇട്ട് കഴിഞ്ഞാൽ, എണ്ണ ചൂടായി കഴിഞ്ഞാൽ കടുക് ഇട്ട പടപട ആവും. അതിന് മുമ്പ് എന്നാന്ന് വെച്ചാൽ ഞാൻ ഇച്ചിരി ചെറിയ ഉള്ളി എനിക്ക് അരിയണം. ഇങ്ങനെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ചില റീൽസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ചിലർ മുഴുവൻ ഇടുന്നത്. ഈ പറഞ്ഞ പോലെ ഞാനത് ചെയ്ത് ശീലം ഇല്ലാത്തോണ്ടാ ഞാൻ അരിഞ്ഞിടുന്നത്. പിന്നെ ഒരു ഓപ്ഷൻ എന്നാന്ന് വെച്ചാൽ ഈ ചെറിയ ഉള്ളി ഇട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല എന്നാ പറയുന്നത്. സത്യവാ, മസ്റ്റൊന്നും അല്ല, പക്ഷെ എന്നാലും ചെറിയ ഉള്ളിക്ക് ഒരു ഉള്ളിയുടേതായ സ്വാദുണ്ട്. ഓക്കെ, ചെറിയ ഉള്ളി ഇച്ചിരി കൂടി ഇടാം. കണിച്ച് നോക്കിയാൽ അറിയാം എണ്ണ നല്ല ചൂടായിരിക്കുക. അതിനകത്തോട്ട് ഞാനൊരു ഇച്ചിരി കടുക് ഇടുക. കടുകിനൊന്നും എണ്ണ ഒന്നുമില്ല, നമുക്കറിയാമല്ലോ. കടുക് ഒന്ന് പൊട്ടട്ടെ. ആ സമയം കൊണ്ട് ഞാൻ 2 ഉള്ളിയും കൂടെ ഒന്ന് അരിയാം. ഉള്ളി ഇനിയിപ്പോൾ ഇത്രയും മതി. അതിൻ്റെ കൂടത്തെ ഈ വെളുത്തുള്ളി ആന്നേലും ഒന്ന് മുറിച്ചിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഫ്ലേവർ ഒന്ന് ഇറങ്ങാനായിട്ട് കുറച്ച് നല്ലതാണ്. അച്ചാറിനൊക്കെ ആണെങ്കിൽ വെളുത്തുള്ളി ഇങ്ങനെ വെച്ച് ഇങ്ങനെ മുഴുവനോടെ ഇട്ടാൽ കുഴപ്പമില്ല. പക്ഷെ കറിക്കൊക്കെ ആന്നേലും ഇച്ചിരി അരിഞ്ഞേച്ചിടുവോ, അല്ലെങ്കിൽ അരിയാൻ ഇച്ചിരി പാടാന്നേലും എന്നാ വേണമെന്നറിയോ, മിക്സിയിലൊന്ന് 2 ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുത്തേച്ചാലും മതി. വേണ്ടേ, എണ്ണ നല്ല ചൂടായി, കടുക് പൊട്ടാറായി. അതിൻ്റെ കൂട്ടത്തില് ഞാൻ ഒരു ഇച്ചിരി ഉലുവായും കൂടെ ഇടുക. ഉലുവ ഒരുപാട് ഇടണ്ട, പറയും ഉലുവ ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ കഴിക്കും എന്ന് പറയും. അതുകൊണ്ട് കടുക് ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഇനി അതിൻ്റെ കൂടത്തിൽ ഞാൻ 1-2 അത്രേ ഉള്ളൂ. കാര്യം ഇച്ചിരി ഉലുവ പൊടിയും കൂടി ഇടാനുള്ളതല്ലേ. നേരെ ഇത് രണ്ടും ആയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി, വേണ്ട കടുകെല്ലാം പൊട്ടി ഉലുവായും പൊട്ടി. ഇനിയാണെങ്കിൽ ചെറിയ ഉള്ളി ഇടുക. നമ്മൾ എന്നാ പറയാ, ഉള്ളിയെല്ലാം മൂപ്പിക്കുമ്പം മാക്സിമം അതിൻ്റെ ആ വെള്ളം, ഉള്ളിയിലുള്ള വെള്ളം, വെളുത്തുള്ളിയിലെ ഇഞ്ചിയിലൊക്കെ അതിനകത്തൊരു ജലാംശം ഉണ്ടാവുമല്ലോ, അതങ്ങ് മാറിക്കഴിഞ്ഞേച്ചേ നമ്മൾ എപ്പോഴും കറി വെക്കുമ്പോൾ ചെയ്യാവുള്ളൂ. അഥവാ ഒരു ഇച്ചിരി ബാക്കി വന്നാൽ പോലും പിറ്റേ ദിവസത്തേക്ക് ചീത്തയാവത്തില്ല. മറ്റേത് നമ്മുടെ ഒരു ക്ഷമയുടെ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ പെട്ടെന്ന് ചെയ്ത് തീർക്കാനാക്കും. അങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ അന്നുണ്ടാക്കുന്ന ദിവസം തന്നെ അതങ്ങ് തീർത്താൽ നല്ലതാണ്. പിന്നെ എൻ്റെ ഒരു ആൻറ്റി പറയുന്നത് എന്നാന്ന് വെച്ചാൽ, ഇനി ഇത്രയും മൂപ്പിക്കണ്ട, അല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് വാടി വന്നേച്ചാലും മതി എന്ന് പറയും. അപ്പൊ രണ്ടും ഉണ്ട്, ഏതാന്നേലും നമുക്ക് സ്വീകരിക്കാം. അത് നമ്മൾ ഈ പറഞ്ഞ പോലെ മീൻകറി തീരുന്നത് പോലെ നമ്മൾ ഉണ്ടാക്കുന്നത് പോലെ എത്രയുണ്ടോ ഇന്നുകൊണ്ട് തീരുവാന്നേല് അങ്ങനെ, അതല്ല വെച്ചേച്ച് പിറ്റേ ദിവസം എടുക്കാനാന്നേല് നല്ലോണം ജലാംശം പോയിട്ട് എടുക്കുന്ന നല്ലത്. ഈ നമ്മുടെ ചെറിയ ഉള്ള ഒരു ഇച്ചിരി വാടി, അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ വേണ്ട കുറച്ച് വെളുത്തുള്ളിയും ഒരു
വെളുത്തുള്ളി എന്ന് പറയുമ്പോൾ ഇത് ഇച്ചിരി ചെറിയ ഇനം വെളുത്തുള്ളിയുടേതാ. ഈ കണക്കിന് നോക്കുവാന്നേൽ ഒരു 10-15 എണ്ണം കിട്ടും. അതായിരിക്കും നല്ലത്. കാര്യം ഈ മത്തിക്ക് പൊതുവെ കുറച്ചൊരു ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടുതലുള്ളതാണ് നല്ലത്. ഇനിയിപ്പോൾ ഈ ഉള്ളിയൊക്കെ ഇച്ചിരി എന്നാ പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അരിയാനൊക്കെ ഇച്ചിരി പാടാണെന്നുണ്ടെങ്കിൽ മിക്സിയിലൊന്ന് ചതച്ചെടുത്തേച്ചാലും മതി. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് വേണ്ട ഇഞ്ചിയും കൂടെ ഇതിനകത്ത് അങ്ങ് ഇടുക. ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി വെളിച്ചെണ്ണയിൽ കിടന്ന് മൂക്കുമ്പത്തേക്ക് അതുങ്ങൾ ചോദിക്കുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ടാൽ ചേച്ചി കുറച്ചുകൂടെ സന്തോഷമെന്ന് അതുങ്ങൾ പറയും. അപ്പം നമ്മൾ അത് കേട്ടിട്ട് ഒരു ഇച്ചിരിയും കൂടി ഒരു കറിവേപ്പിലയും കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. ടേസ്റ്റ് മീൻസ് നല്ല മണമാണ്. ഈ ഒരു മണം എനിക്ക് എപ്പോൾ മീൻകറി വെച്ചാലും ഈ ഒരു മണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി ഈ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, കറിവേപ്പില ഇത് മൂക്കാനൊന്നും അധികം നേരം വേണ്ട, ഒരു ഇച്ചിരി നേരം മതി. ഇതൊന്ന് മൂത്ത് കഴിഞ്ഞാൽ ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചേച്ച് വേണം നമ്മൾ പൊടികളൊക്കെ ചേർക്കാനായിട്ട്. സാധാരണഗതിയിൽ എൻ്റെ ഒരു അമ്മാച്ചൻ പറഞ്ഞതാ, മീൻകറി വെച്ചപ്പോൾ പുള്ളി എന്നോടൊന്ന് പറഞ്ഞു, മോളെ നീ ഇച്ചിരി കായവും കൂടി ഇടുക, അന്നേരം നല്ല ടേസ്റ്റാന്ന് പറഞ്ഞു. അന്ന് തൊട്ട് ഞാൻ കായ ഇടാൻ തുടങ്ങി. പക്ഷെ ടേസ്റ്റ് കൂടിയതേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവർക്കും അത് സ്വീകരിക്കാം, ഒരുപാടല്ല, കുറച്ച്. ഇനി തക്കാളി അരച്ചിടേണ്ടവർക്ക് അരച്ചിടാം. അരച്ച് ചേർക്കുന്ന എന്നാന്ന് വെച്ചാൽ കറിക്ക് ഒരു ഇച്ചിരി കൊഴുപ്പ് വരാനായിട്ടാ. അതല്ല അരിഞ്ഞിടാനാണെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷെ ഈ പറഞ്ഞ പോലെ കുറച്ച് സമയം എടുക്കും അരിഞ്ഞിടുമ്പോഴത്തേക്ക്. അത് ഈ പറഞ്ഞ പോലെ കഷ്ണം കഷ്ണമായിട്ട് കിടക്കണ്ട. അതിന് പകരം അത് ഇതിനകത്തോട് അങ്ങ് ചേരണം. ഇതിനകത്തോട്ട് എരിവ് കണക്കാക്കി 2 പച്ചമുളക്, ഓക്കെ. നമ്മുടെ ഇതിൻ്റെ ചെറിയ ഉള്ളിയൊക്കെ ചെറുതായിട്ട് മൂത്ത് തുടങ്ങി. ഇനി എന്നാന്ന് വെച്ചാൽ ഫ്ലെയിം നല്ലോണം ഒന്ന് കുറച്ച് വെച്ച് ഞാൻ പൊടി ചേർക്കാൻ പോവുക. കൊണ്ട് ഫസ്റ്റ് മഞ്ഞൾപ്പൊടി ഇടുക, ഒരു 1/2 ടീസ്പൂൺ. പിന്നെ വേണ്ടിയത് കുറച്ച് മുളക് പൊടിയാ. ഇത് ഇച്ചിരി എരിവുള്ളതാ, അതുകൊണ്ട് ഞാൻ 1 സ്പൂൺ ഇടാം. 1 അല്ല 2 ഇടാം. ഇത് എത്ര ഇടുന്നോ അതിൻ്റെ ഒരു ഡബിൾ സൈസ് നമ്മുടെ മുളക് പൊടി ഇടണേ. ഇത് കാശ്മീരി മുളക് പൊടിയാ, അതുകൊണ്ട് ഇച്ചിരി കൊഴുപ്പ് കിട്ടും. മാത്രമല്ല ഇതിന് എരിവില്ല, നിറവും ഉണ്ടാവും. മറ്റേ 2 ഇട്ടു, ഇത് 3 ഇട്ടു. എന്നുവെച്ചാൽ ഇതൊന്ന് ചെറുതായിട്ട് മൂപ്പിക്കുക. ഇതിനകത്തോട്ട് ഈ പൊടി ഒന്ന് കരിഞ്ഞു പോകാതിരിക്കാൻ എന്നാ ചെയ്യണമെന്നറിയോ, ഇത് അരച്ചു വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കുക. ഇനി ഞാൻ ഫ്ലെയിം ഒരു ഇച്ചിരി കൂട്ടുക. കൂട്ടിയ ശേഷം ചെയ്യുന്നതെന്നറിയാവോ, ഈ നമ്മൾ ചേർത്തിരിക്കുന്ന മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഒക്കെ ഇല്ലേ, അതിൻ്റെ നിറം ഒന്ന് മൂക്കണം. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഒരു ചുമന്ന കളറായി പോകും. അതല്ല ചുവപ്പും അല്ല ഒത്തിരി ബ്രൗണും അല്ല, ഒരു നല്ലൊരു അറിയാമല്ലോ മീൻകറി വെക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു നിറം, ആ ഒരു നിറം വരാനായിട്ടും മാത്രമല്ല നമ്മൾ ചേർത്തിരിക്കുന്ന തക്കാളിയുടെ ഒരു പച്ചച്ചുവ മാറാനായിട്ടും നമ്മൾ ഒരു ഇച്ചിരി നേരം ഇതൊന്ന് മൂപ്പിക്കുക. ഇനിയിപ്പോൾ അഥവാ നമ്മൾ ഈ മൂത്ത് വരുന്ന സമയത്ത് കുറച്ച് ഈ പറഞ്ഞ പോലെ എണ്ണ കുറവാന്ന് തോന്നുവാന്നേൽ ഒരു ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. കുറച്ച് വെളിച്ചെണ്ണ. ഇതൊരു ഇച്ചിരി മൂത്തു. ആ തക്കാളിയുടെ ഒരു പച്ചച്ചോവ ഇപ്പോഴും ഉണ്ട്, അതൊന്ന് മാറണം. അതൊന്ന് മാറിയേച്ച് നമുക്ക് അടുത്ത ചേർക്കാം. ഇനിയിപ്പോൾ അഥവാ നമുക്ക് ഇച്ചിരി സമയമില്ലാന്ന് തന്നെ വിചാരിച്ചോ, ഈ സമയത്ത് തന്നെ നമുക്കൊരു ഉലുവ ആദ്യം ചേർത്തേക്കുക. ഓർത്തോണം, മറന്നു പോകരുത്. ആ സമയം ഒരു 1/4 ടീസ്പൂൺ ഉലുവായും കൂടെ, ഉലുവ പൊടിയാണ് ഞാൻ ഈ ചേർക്കുന്നത്. ഇത് ഒരുപാട് ചേർക്കരുത്, ചേർത്ത് കഴിഞ്ഞാൽ കഴിക്കും. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുക. ഇനിയിപ്പോൾ തനി നാടൻ മുളക് വറ്റിച്ചതാ വെക്കുന്നെങ്കിൽ ഈ കുരുമുളക് പൊടിയും തക്കാളിയും അങ്ങ് ഒഴിവാക്കാം. ഏറ്റവും എളുപ്പമുള്ള വഴി എന്നാന്നറിയത് അറിയുന്നത്, നമ്മൾ ഒഴിക്കുന്ന എണ്ണ സൈഡിൽ തെളിഞ്ഞു വരും. അന്നേരവാ നമുക്ക് അതിൻ്റെ ഒരു പരുവം മനസ്സിലാക്കുന്നത്. ഇനിയിപ്പോൾ അഥവാ തെളിഞ്ഞില്ല എന്ന് വിചാരിച്ചോ, ഞാനൊരു ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്തേച്ച് ആ പൊടി ഒന്ന് വേവും. മാത്രമല്ല നമ്മൾ ആദ്യമായിട്ട് ഒഴിച്ചിരിക്കുന്ന എണ്ണയെല്ലാം ഒന്ന് തെളിഞ്ഞു വരാനായിട്ട് ഇതൊന്ന് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. പിന്നെ എന്നാന്നറിയാവോ, ഈ വെള്ളം ഒഴിക്കും തോറും ആ പൊടി എന്തോരം മൂത്തിട്ടുണ്ട്, കറിയുടെ നിറം എന്തായി മാറും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഞാൻ പറയുന്ന ഒരു റെഡിഷ് ടോൺ, അതായത് നമുക്ക് മീൻകറിയുടെ ഒരു നിറം ഉണ്ടല്ലോ, അത് വന്നോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ഈ ഓരോ പ്രാവശ്യം വെള്ളം ഒഴിക്കുമ്പോഴും നമുക്ക് ആ നിറവ്യത്യാസം അറിയാൻ നോക്കും.
ആദ്യം ഒഴിക്കുമ്പോൾ നല്ല ലൈറ്റ് റെഡ് ആയിരിക്കും. മൂപ്പും നിറവും ഏറ്റവും ബെസ്റ്റ് മൂപ്പ് അറിയുന്നേക്കാട്ടിലും വെള്ളം ഒഴിക്കുമ്പം ആ മുളക് പൊടിയുടെ നിറം മാറുന്നതനുസരിച്ച് അതിന്റെ നിറം നിശ്ചയിച്ചാൽ മതി. നിങ്ങൾക്ക് ഏത് പരുവത്തിലാണ് ആ കളർ വേണ്ടതെന്ന് വെച്ചാൽ. ഇതിനകത്തോട്ട് ഈ സമയം ഈ കൊടംപുളി ഇടുന്നത് നമ്മുടെയൊക്കെ ഓരോ പുളിക്ക് ഓരോ തരവാന്നേ. അന്നേരം പുളി കണക്കനുസരിച്ച് വേണം ഇടാം. ചിലതാണെങ്കിൽ ഒരു കഷ്ണം ഇട്ടാൽ പോലും ഭയങ്കര പുളിയാ. അന്നേരത്തേന് ഞാൻ ഇപ്പൊ ദേണ്ട ഇവിടെ ഒരു മുഴുത്തൊരു കഷ്ണമുണ്ട്, അത് 2 ഇതളാ, എന്നാലും ഞാനൊരു 2 ഇതളിടാം. അത്രയും മത്തിയില്ലേ, അന്നേരം പിന്നെ ഒരു 3 വലിയ കഷ്ണം ഇട്ടേക്കാവേ. പക്ഷെ അതിന്റെ കൂടത്തിൽ ഞാൻ ഈ പുളിയുടെ വെള്ളം ഞാൻ കളയുന്നില്ല. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ആ വെള്ളവും കൂടെ ഒഴിക്കുക. ബാക്കി പുളി ഇവിടെ ഇരിക്കട്ടെ, എന്നതേലും ഒരു ആവശ്യം വന്നാൽ എടുക്കാലോ അല്ലെ. വേണ്ടേ, ഇപ്പൊ നോക്കിക്കേ ആ മീൻകറിയുടെ ഒരു നിറം, ഇത് കുറച്ചുകൂടെ എനിക്ക് ഇഷ്ടമുള്ള ഒരു നിറവാ. ഒരു ഇച്ചിരിയും കൂടെ ഒന്ന് മൂത്താല് കറക്റ്റ് പരുവം എനിക്കുള്ളതാ, കറക്റ്റാ. വേണ്ട, ഞാൻ ഒഴിച്ച എണ്ണ എല്ലാം മേളി തെളിയുക. ഇതൊക്കെ തന്നെയാ നമ്മൾ ആ മീൻകറി വെക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. ചിലപ്പോൾ നമുക്ക് ഈ മൂപ്പ് അറിയാൻ മേലാതെ ഒക്കെ വരുവേലേ, അന്നേരം ശ്രദ്ധിക്കേണ്ട ടിപ്സ് മാത്രം ഇതാ ഞാൻ പറയാം. ഈ സമയത്ത് ഞാൻ ഒരു ഇച്ചിരി കറിവേപ്പില ഇടുക. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണേ, പക്ഷെ എനിക്ക് ആ പച്ചപ്പ് ഒന്ന് കിടക്കുന്നത് കണ്ടു കഴിയുമ്പത്തേന് പ്രത്യേകിച്ച് കറിവേപ്പില. ഇനി ഈ അരപ്പിനകത്തോട്ട് ഞാൻ ഇടാൻ പോകുന്ന കുറച്ച് ഉപ്പൊന്നും ഒരിക്കലും എനിക്ക് ഈ പറഞ്ഞ പോലെ കൈവാക്ക് 1 സ്പൂണ് 2 സ്പൂണൊന്നും പറയരുത്. എൻ്റെ ഒരു കൈവാക്ക് ഞാൻ ഇടുന്നേ. ഇനിയിപ്പോൾ ഇച്ചിരി കുറവാണേലും പിന്നെ ചേർക്കാലോ, മറ്റു കൂടിപ്പോയാൽ ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. വേണ്ടേ, എണ്ണയെല്ലാം നല്ലോണം തെളിഞ്ഞു. ഇനി എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഞാൻ ഒരു ഇച്ചിരി വെള്ളം, ഒരുപാട് വെള്ളം മീനിന് വേണ്ട, വെള്ളം ചാറിന് വേണ്ടിയിട്ട് ഇതൊരു ചെറു ചൂടുവെള്ളമാ. പച്ചവെള്ളം ഒഴിക്കുന്നതിനെക്കാട്ടിലും നല്ലത് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുന്ന. അത് തിളയ്ക്കുന്ന സമയത്ത് നമ്മളൊരു 1/4 ടീസ്പൂൺ കായപ്പൊടി. ഇപ്പൊ ദേ നോക്കി അരപ്പ് തിളച്ചു. ഇനി എന്നാ ചെയ്യുന്നത്, ഞാൻ മത്തി ഇടാൻ പോവാണേ. മത്തിയൊക്കെ ഇട്ട പുറകെ സ്പൂൺ എടുത്ത് കുത്തരുത് എന്ന് അമ്മച്ചിമാര് പറയും. പക്ഷെ ഇപ്പൊ ഞാൻ കുത്തുന്ന എന്നാന്നറിയോ, മത്തി വെന്തിട്ടില്ല. വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മള് ചട്ടിയെ പിടിച്ചൊന്ന് ചുറ്റിക്കേ ആവാവുള്ളൂ. കാര്യം അതിനധികം ബലമില്ല മീനിനല്ലേ, നേരെ അത് പൊടിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട്. ഇനി ഒരു ചെറിയ തീയിലിരുന്ന് ഇതൊന്ന് തിളച്ച് വറ്റി എണ്ണ തെളിയുമ്പോൾ നമുക്ക് നല്ല കപ്പയുടെ കൂടെ മത്തിച്ചാറും മത്തിയും കൂട്ടി കഴിക്കുന്ന ഒരു രുചി ആലോചിച്ച് നോക്കിക്കേ. ഇന്ന് വരാൻ പോകുന്ന ഗസ്റ്റ് എന്ന് പറയുന്നത് ഒരു താരനായികയായിരുന്നു, ഇപ്പോഴും ആണ്. മറ്റാരും അല്ല വരാൻ പോകുന്ന രേഖ ചേച്ചിയാണ് നാനീസ് കിച്ചണിൽ വരാൻ പോകുന്നത്. കുറച്ചുകൂടെ എന്റെ മലയാളി പ്രേക്ഷകരോട് പറയുവാണെങ്കിൽ നമ്മളെല്ലാവരും രാംജി റാവ് കണ്ടിട്ടുണ്ട്, രാംജി റാവ് സ്പീക്കിംഗ് കണ്ടിട്ടുണ്ട്, ഓട്ടോ കണ്ടിട്ടുണ്ട്. ഇനി ഞാൻ ആരാന്ന് പറയണ്ടല്ലോ അല്ലെ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, മീൻകറി ഈ പറഞ്ഞ പോലെ തിളച്ച് അതിന്റെ ആ എണ്ണയൊക്കെ വേണ്ട കണ്ടോ, തെളിഞ്ഞു വരുന്നത് കണ്ടോ. ഇനി അധികം സ്പൂൺ ഇട്ട് ഇളക്കണ്ട. നമസ്തേ ചേച്ചി. നമസ്തേ. ഞാൻ വിചാരിച്ചു ചേച്ചി ഫാമിലി ആയിട്ട് വരുമായിരിക്കും. ചേച്ചി എന്തിയേ, ചേട്ടൻ എന്തിയേ, മക്കൾ എന്തിയേ, ഇവരൊന്നും കണ്ടില്ല? അവരെപ്പോഴും വരാറില്ലോ, എന്റെ കൂടെ ഷൂട്ടിങ്ങിനെ വരില്ല ആരും. മോള് നോർത്ത് കരോലിയിലാണ്, US-ലുണ്ട്. പുള്ളി ബിസിനസ് ആയിട്ട് എവിടെയും വരാറില്ല. അല്ല, പുള്ളി എപ്പോഴും കല്യാണം കഴിച്ചപ്പോ തൊട്ട് എവിടെയും വരില്ല. ഓക്കെ, കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഈവൻ എന്റെ കാര്യം പറയുവാണെങ്കിൽ 365 പേജസ് ഉള്ള ഒരു നോട്ട്ബുക്ക് വെച്ചിട്ടുണ്ട്. ഡേ ബൈ ഡേ എന്നൊക്കെ ചെയ്തു സെൽഫ് ക്രിട്ടിസൈസ് ചെയ്യാനാണ്. ഞങ്ങൾ നന്നാവാൻ തീരുമാനിച്ച ആൾക്കാരാ. അപ്പൊ ചേച്ചിക്ക് ഈ പുതിയ റെസൊല്യൂഷൻസ് എന്നതിലും ഉണ്ടോ? അങ്ങനെ ഒന്നുമില്ല. ബിക്കോസ് ബി പോസിറ്റീവ്, ദാറ്റ്സ് ഓൾ. എനിക്ക് എന്നെ സംബന്ധിച്ചോളം യങ്ങർ ജനറേഷൻ ആണെങ്കിലും ന്യൂ ജനറേഷൻ ആണെങ്കിലും ഇപ്പൊ ഇരിക്കുന്ന ജനറേഷൻ എല്ലാവരും ഇനി എപ്പോഴാ എന്താ സംഭവിക്കുന്നൊക്കെ ഒന്നും അറിയാൻ പറ്റില്ല. ഇപ്പോൾ ഉള്ള പൊല്യൂഷൻ അനുസരിച്ച് വയനാട്ടിൽ ഇങ്ങനെ സംഭവിക്കുന്ന നമുക്ക് ആർക്കെങ്കിലും അറിയാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ജാതി മതം ഇല്ലാതെ എല്ലാ യങ്സ്റ്റേഴ്സും ഇനി നല്ല ഭാവിയില് പാരന്റ്സിനൊക്കെ നന്നായിട്ട് ഒരു ഹാപ്പി ആയിട്ട് ഒരു ക്യാരിങ് ചെയ്തിട്ട് എല്ലാം മനസ്സിലാക്കിയിട്ട് അവർക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവർക്ക് ഭയങ്കര സ്ട്രെസ് ഉണ്ട്,
പഠിക്കണം, ഇപ്പോഴത്തുള്ള ഒരു ജനറേഷന്റെ കൂടെ ഓടിക്കൊണ്ടേയിരിക്കണം എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രെസ് ആണെന്നൊക്കെ അറിയാൻ പറ്റും. അറ്റ് ദി സെയിം ടൈം ഇപ്പോൾ ഉള്ള ജനറേഷൻസ് പാരന്റ്സിനും ഓൾഡ് പീപ്പിളിനും ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദറിന് നമ്മളുടെ പഴയ ട്രഡീഷൻസ് ഒക്കെ പിന്നെയും വരണം. അതാണ് എനിക്ക് അതിന്റെ ഒരു പ്രാർത്ഥന ഉണ്ട് എനിക്ക് എപ്പോഴും. ചിലതൊക്കെ നോക്കുമ്പോ നമുക്ക് വി ഫീൽ വെരി ബാഡ്. സത്യം, രണ്ടും ഉണ്ട്. ശരിയാ, ചേച്ചി പറയുന്ന പോലെ നമ്മുടെ ട്രഡീഷനും കൾച്ചറും നമ്മൾ നമ്മുടെ ജനറേഷൻ ബൈ ജനറേഷൻ പകർന്നു കൊടുക്കണം. അവർ ആ ഒരു റൂട്ടിൽ പാസ് ചെയ്യുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷം നമുക്ക്, അല്ലെ? വി ആർ കോൺഫിഡന്റ്, അല്ലെ? നമ്മുടെ കുട്ടി കറക്റ്റ് ആണ് എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് പാരന്റലി വരത്തില്ല. അതാ ഇപ്പൊ ചേച്ചി പറഞ്ഞു, പിള്ളേരിങ്ങനെ നമ്മുടെ ജനറേഷൻ, നമ്മുടെ എന്താ പറയാ ട്രഡീഷനും കൾച്ചറും ഒക്കെ പഠിച്ചു വരുന്ന കുട്ടികളെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷവും തൃപ്തിയാണ്. അങ്ങനെ ഈ ഒരു ന്യൂ ഇയറിന് ചേച്ചിക്ക് ഇപ്പോഴത്തെ ജനറേഷൻ പിള്ളേർക്ക് ഒരു ടിപ്പായിട്ട് എന്നാ കൊടുക്കാനുള്ള? ബി പോസിറ്റീവ്. ചില കുട്ടികൾ നന്നായിട്ട് പഠിക്കും, ബോൺ ആൻഡ് ബ്രോട്ടപ്പ്, അത് നല്ല ബാക്ക്ഗ്രൗണ്ടിന്റെ ഒരു പുഷപ്പ് വരുമ്പോൾ അത് നന്നായിട്ട്. ഞാനൊക്കെ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളില്ല, മാത്സ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാ. ചില കുട്ടികൾ നന്നായിട്ട് പഠിക്കും, പക്ഷെ എത്ര പഠിച്ചിരുന്നാലും നമുക്കായിട്ട് ഒരു ഹംബിൾനെസ് വേണം. കറക്റ്റ്, മനസ്സിലായില്ലേ? പിന്നെ ഈ പാരന്റ്സിന് ചിലപ്പോൾ വെദർ ഇറ്റ് ഇസ് എ വെരി റിച്ച് ആർ മീഡിയം ആർ പോർ പീപ്പിൾ, വാട്ട് എവർ ഇറ്റ് ഇസ്, നമുക്ക് ആ ട്രഡീഷനോട് നമ്മളുടെ ഒരു ഫാമിലി സെന്റിമെന്റ്സിൽ ഒരു സ്നേഹത്തോട്, ഇപ്പൊ നമ്മൾ കേരളത്തിൽ എന്ന് പറയുമ്പോൾ ഒരു ഓണമൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നത് ആ ഒരു നിമിഷം മാത്രം സെലിബ്രേഷൻ ചെയ്തിട്ട് പിന്നെ വിട്ടിട്ട് പോകുന്നതില്ല. ഒരു ബോണ്ടിങ് ഉണ്ടല്ലോ, അത് ഇല്ല ഇപ്പോഴത്തെ കുട്ടികൾക്ക്, ഒട്ടും ഇല്ല. അപ്പൊ ഐ എം സീയിങ് ലോട്ട് ഓഫ് പീപ്പിൾ. ഇപ്പൊ എനിക്ക് പുതിയതായിട്ട് ഒരു കുട്ടീനെ ഞാൻ പരിചയപ്പെടുമ്പോ ഞാൻ എപ്പോഴും ചോദിക്കും, ആ കുട്ടികളുടെ ഇൻകം എന്താണ്, ഔട്ട് ഗോയിങ് എന്താണ് വാട്ട് ഈസ് യുവർ ബാലൻസ് എന്ന് പറയുമ്പോൾ ഒന്നുമില്ല പിള്ളേർക്ക്. എന്താന്ന് പറഞ്ഞാൽ പാരന്റ്സ് ഓൾസോ സഫറിങ്. അപ്പൊ അവർക്ക് അവരുടെ ജീവിതത്തിൽ ഓടിക്കൊണ്ടേയിരിക്കണം, സ്ട്രെസ് കൂടുതലാണ്. പക്ഷെ എന്നിട്ടും ഞാൻ പുതിയതായിട്ട് പരിചയപ്പെട്ട ഒരു കുട്ടി അത്ര ഒരു ഭയങ്കര സോഫ്റ്റ് ആണ്. അപ്പൊ ഞാൻ അവരിൽ നിന്ന് നമ്മൾ പഠിക്കുന്നുണ്ട് കുറെ. അപ്പൊ എനിക്ക് എന്താന്ന് തോന്നും, നമ്മൾ ചില സമയത്ത് ഭയങ്കര എടുത്തുചാട്ടം കാണിക്കും, ദേഷ്യപ്പെടും. പക്ഷെ അതൊക്കെ ഇല്ലാതെ എങ്ങനെയാ ഈ കുട്ടി ഇത്രയും സോഫ്റ്റ് ആയിട്ടിരിക്കുന്നത്, ഹാൻഡിൽ ചെയ്തിട്ട് പോകുന്നത് പോലും. ചില സമയത്ത് അമ്മമാര് പോലും ഒരുപാട് സേവിങ് മൈൻഡ് ഇല്ല. സേവ് ചെയ്യണം ജനറേഷന് വേണ്ടി. അവർക്കായിട്ട് ആദ്യം ഞാൻ എന്നെ തന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇൻഡിവിജ്വൽ ആയിട്ട് എനിക്ക് സേഫ്റ്റി ചെയ്യണം, എന്നിട്ടാണ് ഹസ്ബൻഡിനെ നോക്കണം, എന്നിട്ടാണ് മോളെ നോക്കണം. ഞാൻ ആദ്യം എന്നെ നോക്കും, പിന്നെ എന്റെ മോളെ നോക്കും, പിന്നെ ഹസ്ബൻഡിനെ നോക്കും. എന്താന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കുമ്പോൾ നമ്മൾ ആദ്യം ഹസ്ബൻഡിനെ നോക്കുന്നത്. പാരന്റ്സിന്റെ അടുത്ത് കുറച്ച് ദിവസം വളർന്നു വരുമ്പോൾ നമ്മൾ ആദ്യം ഹസ്ബൻഡിനെ നോക്കുന്നു, പിന്നെ മോളെ നോക്കുന്നത്. ഇപ്പൊ ഒരു പ്രായം കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ നോക്കണം. ഒരു 35 ഒക്കെ ആകുമ്പോൾ യു ഷുഡ് കെയർ ഓഫ് യുവർ ഹെൽത്ത്. കറക്റ്റ് ചേച്ചി. നമുക്ക് നല്ല ഹെൽത്തിനെ നോക്കണം, നല്ല ഭക്ഷണം കഴിക്കണം, നല്ല ഹാപ്പി ആയിട്ട്. എനിക്ക് ഒരുപാട് ടൂറൊക്കെ തനിച്ച് പോകാനുള്ള ഇഷ്ടമാണ്. ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടേയിരിക്കണം, ഹാപ്പി ആയിട്ട്. ആരെന്ത് പറഞ്ഞാലും ഐ ഡോണ്ട് ബോദർ. ബിക്കോസ് എനിക്ക് നല്ല ഡ്രസ് ചെയ്യണം, പ്രകൃതി കാണണം, നല്ല ആസ്വദിച്ച് ഫുഡ് കഴിക്കണം. എന്റെ ഫ്രണ്ട്സ് ഒക്കെ അറിയാവോ, എല്ലാം 24 ഇയേഴ്സ് ആണ്. ആരും വന്ന് മൂത്ത വയസ്സിലുള്ളവര് എന്താന്ന് പറഞ്ഞാൽ അവർക്ക് ആയിട്ടുള്ള കമ്മിറ്റ്മെന്റ്സ് ഒക്കെ ഉണ്ടാകും, വരാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ചെറിയ കുട്ടികളാണെങ്കിൽ അവരുടെ കൂടെ ഞാൻ വിൻഡോ ഷോപ്പിംഗ് പോകും, പുറത്ത് പോകും, ട്രാവൽ ചെയ്യാം. അതാണോ ചേച്ചിയുടെ ഫിറ്റ്നസിനുള്ള രഹസ്യം? ഞാൻ അതിനുവേണ്ടി കുറെ എക്സസൈസ് ചെയ്യും, യോഗ ചെയ്യും. ചേച്ചി പറഞ്ഞല്ലോ നമ്മുടെ ആരോഗ്യം നമ്മൾ നല്ലതായിട്ട് നോക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ചേച്ചി അതിനുള്ള ഒരു കാര്യങ്ങളൊന്ന് പറഞ്ഞു തരുമോ? ഞാനൊരു ചോദ്യം അതിനു മുമ്പ് ചോദിക്കാം. ഇപ്പൊ ഉള്ള ക്യാരക്ടർ ആർട്ടിസ്റ്റ് ഒരു 10 പേര് പറയും. സുമാരിയമ്മ പറയാൻ പറ്റില്ല. ഇപ്പൊ ജനറേഷൻസിൽ അത് 2023 to 24, 25 അങ്ങനെ എടുത്തോളൂ. ഇപ്പൊ 3 years ആയിട്ട്, ഇല്ലെങ്കിൽ ഒരു 2 years, ഇല്ലെങ്കിൽ ഒരു 4 years ആയിട്ട് ഉള്ള ക്യാരക്ടർ ആർട്ടിസ്റ്റ് ഹൗ മെനി പീപ്പിൾ ഇസ് ദേർ ഇൻ മലയാളം, തെലുഗു, കന്നഡ, വാട്ട് എവർ ഇറ്റ് ഇസ്? ആലോചിച്ചിട്ടൊന്നും കിട്ടുന്നില്ല ചേച്ചി. അപ്പൊ ആർട്ടിസ്റ്റ് എന്താന്ന് പറഞ്ഞാൽ, പണ്ട് നമുക്ക് ലളിത ചേച്ചി ഉണ്ടായിരുന്നു, സുകുമാരി അമ്മ ഉണ്ടായിരുന്നു, കവിയൂർ പൊന്നമ്മ ചേച്ചി ഉണ്ടായിരുന്നു, പിന്നെ ഫിലോമിന അമ്മ ഉണ്ടായിരുന്നു, പിന്നെ അടൂർ ഭവാനി ചേച്ചി. ഇങ്ങനെ ഒരുപാട് ക്യാരക്ടർ ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. ഇവരൊക്കെ നല്ല ഭക്ഷണം കഴിച്ചിട്ടിരുന്നു, എനിക്കറിയാം. ഇപ്പൊ ഭക്ഷണം കഴിക്കാനേ ഭയങ്കര എല്ലാവർക്കും ഭയങ്കര പേടിയുണ്ട്. എന്താന്ന് പറഞ്ഞാൽ ഹെൽത്ത് എന്തെങ്കിലും പ്രോബ്ലംസ് വരുമോ, അതാണോ ഇതാണോന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പേടിയുണ്ട്. പക്ഷെ ക്യാരക്ടർ ആർട്ടിസ്റ്റ് പോലും ഇപ്പൊ ഇല്ലെന്ന് പറയുമ്പോ, അപ്പൊ നമ്മളുടെ ഹെൽത്ത് എന്താണ്, മെൻസിൽ എടുത്തോളൂ.
നെടുമുടി ചേട്ടനില്ല, നരേന്ദ്ര ഇന്നസെന്റ് ചേട്ടനില്ല, നരേന്ദ്ര സാറ് ഇല്ല, പിന്നെ വേറെ ഒരുപാട് ആർട്ടിസ്റ്റ് ഇപ്പോ മുരളി ചേട്ടൻ, എല്ലാ ഗ്രേറ്റ് ആക്ടേഴ്സ് എല്ലാവരും ലെജൻസ് എല്ലാം നമ്മളെ വിട്ടു പോയിരിക്കുന്നു. അപ്പൊ ഇപ്പൊ നോക്കുമ്പോ നമുക്ക് ആരും ഇല്ല. ഇപ്പൊ ഇതൊക്കെ എന്താണ്, പാതി ആൾക്കാര് അവരുടെ ഹെൽത്തിനെ നോക്കിയില്ല, അവിടെയാണ് ഫിറ്റ്നസ്സിൽ വരുന്നത്. പാതി ആൾക്കാര് നന്നായിട്ട് ഭക്ഷണം കഴിച്ചു, പക്ഷെ നമ്മള് ഫാമിലിക്ക് വേണ്ടി ഓടിക്കൊണ്ടേയിരിക്കും. അവരുടെ ഫാമിലി നോക്കാനും അവരുടെ ബ്രദർ സിസ്റ്റേഴ്സിനെ നോക്കാനും ഫാമിലി നോക്കാനും അങ്ങനെ ചെയ്യാനും ഇങ്ങനെ ചെയ്യാൻ. പിന്നെ നമുക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് വളരെ ലെസ്സാ. അപ്പൊ കിട്ടുന്ന സമയത്ത് ഓടിക്കൊണ്ടേയിരിക്കും ഭയങ്കരമായിട്ട്. ഇപ്പൊ സുകുമാരി അമ്മക്ക് ഓടിക്കൊണ്ടേയിരുന്നു ലാസ്റ്റ് വരെ, മനസ്സിലായില്ലേ? നെടുമുടി ചേട്ടന് കിട്ടുന്ന എല്ലാ ക്യാരക്ടറും ചെയ്ത്. മുരളി സാറിന് ഭയങ്കര ഡിപ്രഷനായി, ഭയങ്കര ഒരു സീസൺസിൽ ക്യാരക്ടേഴ്സ് കിട്ടാതെ. അപ്പൊ നമ്മൾ മറ്റവർക്ക് വേണ്ടി ഓടി 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 നമ്മൾ ഇങ്ങനെ എന്താകും, നമ്മുടെ ഭയങ്കര ഹെൽത്ത് പോകും. നമ്മള് നോക്കണം. ഒരു പീരീഡ് വരുമ്പോ നമ്മള് കരുവേപ്പില മാത്രമേ എടുത്ത് ഇങ്ങനെ കളയും. അതുകൊണ്ട് യു ഷുഡ് ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് ഫസ്റ്റ്. നമ്മൾ മിററിന്റെ മുമ്പിൽ നമ്മൾ നിന്നിട്ട് നമ്മൾ പറയണം, ഐ എം ദി ബെസ്റ്റ്, ഐ എം ഹാപ്പി എന്ന് പറഞ്ഞിട്ട് നമ്മൾ നോക്കിയില്ലെങ്കിൽ ഒരാളും നോക്കാൻ പറ്റില്ല. ഇന്ന് രാവിലെ നിങ്ങളെ വിളിച്ചിട്ട് ആരെങ്കിലും നീ ഡ്രസ് വെൽ, വെരി ഗുഡ്, യു ലുക്ക് വെരി പ്രിട്ടി എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറയണം. എന്താന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ നമ്മൾ പറയണം. മറ്റൊരാരെയും വിളിച്ച് നമ്മൾ പറയാനോ ഹെൽത്ത് നോക്കുന്ന പറയാനോ, നീ ഒരു കൊല്ലത്തിന് ഒരു മാസത്തിന് ഒരിക്കലും ടെസ്റ്റ് എടുത്തോ, ബ്ലഡ് ടെസ്റ്റ് എടുത്തോ, ഷുഗർ ഉണ്ടോ, BP ഉണ്ടോ, ബ്ലഡ് പ്രഷർ ഉണ്ടോ, ഇങ്ങനെ ആരെങ്കിലും ചോദിക്കാനുണ്ടോ? ആരും ഉണ്ടാവില്ല. അപ്പൊ നമ്മളെ തന്നെ നമ്മളെ നോക്കണം ആദ്യം, എന്നിട്ട് കുട്ടികളെ നോക്കണം, എന്നിട്ട് ഹസ്ബൻഡിനെ നോക്കണം. എല്ലാവരും ഈക്വലായിട്ട് ഷെയർ ചെയ്യണം വർക്ക് എന്താണെങ്കിലും. മനസ്സിലായി. ഇല്ലെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടി ഓടി 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 നമ്മളുടെ ആരോഗ്യം പോകുമ്പോ ഒരു 50 ഒക്കെ ആകുമ്പോ നമ്മളെ കഴുത്ത് കളയും. അത്രേ ഉള്ളൂ. അയ്യോ അത് വേണ്ട, നമുക്ക് ഇങ്ങനെ ഓടി 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 എനർജി ആയിട്ടിരിക്കണം. അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ ഞങ്ങൾ അപ്പൊ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടി ന്യൂ റെസൊല്യൂഷൻസ്, ഹെൽത്തിനെ കുറിച്ച് ആലോചിക്കുക, നല്ല വാക്ക് ചെയ്യുക, വാമപ്പ് ചെയ്യുക. പിന്നെ വാക്കിംഗ് മാത്രം പോരാ, കുറച്ച് നല്ല വാമപ്പ് ചെയ്തത് മാത്രമല്ല, കുറച്ച് എക്സസൈസ് ചെയ്യണം. നമ്മൾ ഇരുന്ന് വീട്ടിൽ പാത്രങ്ങളൊക്കെ കഴിയുമ്പോൾ തന്നെ നമ്മളുടെ മുതുകിലെന്ന് വേർവ് വരും. അപ്പോ നമ്മൾക്ക് കുറെ ജോലി ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ഹാപ്പിനെസ്സാ. ഒരു ഷോപ്പിൽ പോയിട്ട് വരാം, ഒരു ഫ്രണ്ട് വീട്ടിൽ പോയാൽ, ഒരു ഫ്രണ്ട്സ് ഇവിടെ വരണം, ഒരു വീട്ടിൽ അവിടെ പോകണം, ഇങ്ങോട്ടൊരു ഗിഫ്റ്റ് അങ്ങോട്ടൊരു ഗിഫ്റ്റ്, ഇതൊക്കെയാണ് ലൈഫ്. എൻജോയ് ഈച്ച് ആൻഡ് എവറി മൂമെന്റ് നമ്മൾ എൻജോയ് ചെയ്യണം. അപ്പൊ നമ്മള് പകുതിയും നമ്മളെ ഹെൽത്ത് നാച്ചുറലി വരുന്ന ഒരു സാധനം. ഇങ്ങനെ പ്രോട്ടീൻ ഫുഡ്. ഇപ്പൊ ഞാൻ തന്നെ ഇന്ന് ആഗ്രഹിച്ചത് മത്തിമീനും കപ്പയും പിന്നെ ഹെൽത്തിയാ ചേച്ചി. അതെ, എനിക്ക് ചെറിയ ചെറിയ കൊഴുവ മീൻ അതൊക്കെയാണ് ഭയങ്കര ഇഷ്ടം. ഭയങ്കര സിമ്പിൾ ഫുഡ് ആൻഡ് ഓൾസോ ഇറ്റ്സ് വെരി ടേസ്റ്റി ഫുഡ്. ഒന്നാണെങ്കിലും ഭയങ്കര ടേസ്റ്റി ആയിട്ട് കഴിക്കാം. എനിക്ക് കുറച്ച് കഞ്ഞാണെങ്കിലും അത് തൈരിട്ട് നല്ല പച്ചമുളക്. ഞാൻ ഈ ഷോ തുടങ്ങിയപ്പോ പറഞ്ഞു, ഈ കപ്പ, മീൻകറി, തൈര്, ഇച്ചിരി കഞ്ഞി കൂടെ ഇട്ട് കഴിക്കുമ്പോ എന്തൊരു ടേസ്റ്റ്, നല്ല ടേസ്റ്റ് ആയിരിക്കും അത്. സത്യം പറഞ്ഞാൽ കൊതി വരും കേട്ടോ. സത്യം, ഈ മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യമാണ്. നമ്മുടെ ഈ ഒരു കോമ്പിനേഷൻ ഇസ് സോ ടേസ്റ്റി. ഈ ഇടയ്ക്ക് ശരിക്കും പറഞ്ഞാൽ റീൽസിലൊക്കെ നമ്മുടെ പ്രേക്ഷകർ നോക്കിയാൽ കാണാം, നമ്മുടെ എന്താ പറയാ രൺബീർ കപൂറിന്റെ അമ്മ പറയുന്നത് ഈ കഞ്ഞിയെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ നമ്മുടെ കഞ്ഞിയെ കുറിച്ചാണല്ലോ ഈ പറയുന്നത്. ഇല്ല, നമ്മളുടെ കഞ്ഞി മാത്രമല്ല, വരും കഞ്ഞി ഇസ് വെരി ഹെൽത്തി. നിറയെ പേർക്ക് അറിയുന്നില്ല. പഴയ ചോറ് എടുത്ത് നല്ല മൺചട്ടിയിൽ ഇട്ട് വെക്കുമ്പോ ചെറിയ ഉള്ളി, കുറച്ച് നല്ല തിക്ക് തയ്യാറായിരിക്കണം, നല്ല മിക്സ് ചെയ്ത് കയ്യിൽ തന്നെ ചെറിയ കാന്താരി മുളക് കുറച്ച് ഇടിച്ച് അതിലിട്ടിട്ട് നല്ല ഇങ്ങനെ കറച്ച് കുടിച്ചാൽ നല്ല രസമാണ്. നല്ല ചേച്ചി എന്തോരോ ടേസ്റ്റാല്ലേ. ഫ്രൂട്ട്സ് പോലും ഞാൻ പറയുന്നത് കുറെ മിക്സിയിൽ അടിച്ചു കുടിക്കരുത്, കട്ട് ചെയ്ത് ഫ്രൂട്ട്സ് ആയിട്ട് കഴിക്കണം, റോ ആയിട്ട് കഴിക്കണം. പിന്നെ നിറയെ ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കണം. കുറെ പേർക്ക് കുശുമ്പ് എന്താന്ന് പറഞ്ഞാൽ അവർക്ക് പൈസ ഉണ്ട്, അവർക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ച് കഴിക്കാം. അങ്ങനെയില്ല, നമുക്ക് കഞ്ഞിലുണ്ട് എല്ലാ ഇതും. ഒരുമാതിരി മില്ലറ്റ്സ് എല്ലാം ഉണ്ടല്ലേ, പയർ വകയിലൊക്കെ ഉണ്ടല്ലേ, അതൊക്കെ ഭയങ്കര ചീപ്പസ്റ്റ് ആണല്ലോ. ഇപ്പൊ ദാലുണ്ട്. ഇപ്പൊ നോർത്ത് ഇന്ത്യൻസിലൊക്കെ എത്ര പേര് ദാൽ, ചപ്പാത്തി, 2 കുക്കുംബർ അതിലൊക്കെ ജീവിക്കുന്നില്ല. അവർ നല്ല വെളുത്ത സുന്ദരികളായിട്ടല്ലേ ഉണ്ട്, കുറച്ചല്ലേ കഴിക്കുന്നത്. അത് ഡിപ്പെൻസ് അല്ലെ, നമ്മുടെ ഹെൽത്തി ഫുഡ് എടുക്കണം എന്നേ ഉള്ളൂ, അല്ലാതെ ഇന്നത് തന്നെ പ്രോട്ടീൻ ഫുഡ്, നല്ല പ്രോട്ടീൻ ഫുഡ് എടുക്കണം, ഹെൽത്തിനെ ചെക്കപ്പ് ചെയ്യണം. ഇപ്പൊ ഉള്ള ജീവിതത്തിൽ നമ്മൾ എപ്പോഴാ ഡെങ്കു വരുന്നത്, എപ്പോഴാ വൈറസ് വരുന്നത്, എപ്പോഴാ ഫീവർ വരുന്നത്, ഒന്നും പറയാൻ പറ്റുന്നില്ല. ജീവിതം ഇസ് വെരി ഫാസ്റ്റ് ആൻഡ് ഓൾസോ നോട്ട് ഫിക്സ്ഡ്. നാളെ ഉണ്ടാവുമെന്ന് അറിയാൻ പറ്റില്ല. ഇന്നത്തെ ജീവിതം നാളെ ഹാപ്പി ആയിട്ട് പോകണം. അത്ര
ഞാൻ എപ്പോഴും എന്റെ ഷോയിൽ പറയുന്ന ഒരു കാര്യമാണ് ഈച്ച് ആൻഡ് എവറി മൂമെന്റ് ഭയങ്കര ഹാപ്പി ആയിട്ട് കഴിയുക. ചിലയിടത്തുണ്ട് ചേച്ചി നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് ഭയങ്കര നെഗറ്റീവ്സ് മാത്രം നമുക്ക് പറയും. അവർ പോസിറ്റീവ് ഒരിക്കലും എൻകറേജ് ചെയ്യില്ല. എന്നെ കുറിച്ച് ആരെങ്കിലും നെഗറ്റീവായിട്ട് പറഞ്ഞാൽ ഐ ഡോണ്ട് ബോദർ, ബിക്കോസ് ഐ ഡോണ്ട് കെയർ. ഇപ്പൊ നമ്മൾ പറയും, ഓ കണ്ട ഇത്ര വയസ്സായിട്ടും ഇങ്ങനെ മിനിക്കിട്ട് നടക്കുന്നുണ്ടല്ലോ എന്നറിയും. പക്ഷെ നമ്മൾ മിനിക്കണം എന്ന് പറഞ്ഞാൽ അവരുടെ പൈസ എല്ലാം ഇല്ലല്ലോ, നമ്മൾ സ്വന്തം അധ്വാനിക്കുന്ന പൈസ കൊണ്ട് നമ്മൾ മിനുക്കുന്നുണ്ട്. ഒരു നല്ല വെൽ ഡ്രസ് ചെയ്യുന്നത് തെറ്റാണോ? ഒരു ലൈറ്റ് കുറെ പുട്ടി അടിച്ചു വെക്കണ്ട, പക്ഷെ ഒരു കണ്ണ് വറച്ച് അഴകായിട്ട് ഒരു ചെറിയ കമ്മലിട്ട് അതൊരു ഡ്രസ് ചെയ്യുമ്പോൾ ഇറ്റ്സ് ലുക്ക് വെരി പോസിറ്റീവ് വൈബാണ്. നെഗറ്റീവ് എന്ന് പറയുന്നവര് ജോലി ഇല്ലാത്തവരാണ് നെഗറ്റീവായിട്ട് എഴുതിക്കൊണ്ടിരിക്കുക എന്തെങ്കിലും. ഇപ്പൊ നെഗറ്റീവ് സ്പ്രെഡ് ആകാൻ കാരണം സ്വന്തം വീട്ടിൽ തന്നെ ചെറിയ കുട്ടികൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്താൽ അതെടുത്ത് വീഡിയോ ആയിട്ട് ഇടുന്ന. പക്ഷെ അതെന്താ പറയാ, വരുന്ന ജനറേഷൻ അങ്ങനെ ഫുള്ള അയ്യോ ഇതിന് ഇത്രയും വ്യൂസ് കിട്ടിയില്ല, അപ്പൊ നമ്മളുടെ കുട്ടീനെ ഇടാ. അപ്പൊ ചില പാരന്റ്സ് നിർബന്ധിക്കുന്നത്, പോടാ ഡാൻസ് പഠിക്കണം, പോടാ നീ അത് ചെയ്യണം, മിമിക്രി ചെയ്യണം. അപ്പൊ ആ കുട്ടിക്ക് എങ്ങനെയുണ്ട്? കമ്പാരിസൺ പാടില്ല, നെഗറ്റീവ് പാടില്ല, നോ കമ്പാരിസൺ. ആ നെക്സ്റ്റ് വീട്ടില് ആ കുട്ടി അങ്ങനെ ഉണ്ടല്ലോ, ഈ കുട്ടിയില്ല. നിന്റെ മോൾക്ക് നിന്റെ മകൻക്ക് എന്ത് കഴിവുണ്ടോ അതിൽ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യണം. സത്യം. ചേച്ചി ഫിലിമില് ഒത്തിരി ക്യാരക്ടേഴ്സ് ചെയ്യുന്നു. അതിന്റെ കൂടെ ഞങ്ങളിപ്പോ ചേച്ചിയുടെ ഒരു യൂട്യൂബ് ചാനൽ കണ്ടു. അതിന്റെ ഒരു ഇതൊക്കെ ഒന്ന് പറഞ്ഞു തന്നെ ചേച്ചി, യൂട്യൂബ് തുടങ്ങിയതിന്റെയും. ഇല്ല, അത് എന്താന്ന് പറഞ്ഞാ 2019 മോള് പഠിക്കാൻ വേണ്ടി US പോയി. അപ്പൊ ഐ ഫീൽ വെരി ലോൺലിനെസ്, ഭയങ്കര. അപ്പൊ കൊറോണ വന്ന ടൈമൊക്കെ ഇല്ലേ, ഭയങ്കര. അപ്പൊ ഞാൻ വിചാരിച്ചു എന്ത് ചെയ്യാനാ, നമുക്ക് അഭിനയം കഴിഞ്ഞിട്ട് വരെ ഒന്നും അറിയില്ല, ബിക്കോസ് നമ്മള് കോളേജൊക്കെ ഫിനിഷ് ചെയ്തിട്ടില്ലല്ലോ, അപ്പൊ ജോലിക്കും പോകാൻ പറ്റില്ല. അപ്പൊ സംതിങ് വി ഹാവ് ടു ഡു ഇല്ല. അപ്പൊ നന്നായിട്ട് പാചകം ഇഷ്ടമാണ്. അപ്പൊ നമ്മൾ തന്നെ ഇങ്ങനെ ചെയ്തിട്ടിട്ടാന്ന് പറഞ്ഞിട്ട് എനിക്കൊന്നും, ഞാൻ ആദ്യം പോയി ഗൂഗിളിൽ പോയി പഠിച്ച്, ആദ്യം ഒരു ട്രൈപാഡ് മേടിക്കുക, പിന്നെ പഠിച്ച് ശരി മൊബൈലിൽ എടുക്കുക, പിന്നെ ഒരു ക്യാമറ മേടിച്ചു. അപ്പൊ എല്ലാം കാസായിക്കൊണ്ടേ ഇരിക്കുന്നു ഇങ്ങനെ. പിന്നെ ഞാൻ തന്നെ കടയിൽ പോയിട്ട് 2 ലൈറ്റ്സ് മേടിച്ച്, എന്നിട്ട് ഞാൻ പാട്ടിൽ അവിടെ ട്രൈപാഡ് ഫിക്സ് ചെയ്തിട്ട് ക്യാമറ ഫിക്സ് ചെയ്ത് ഇവിടെ നിന്ന് പറഞ്ഞിട്ടിരിക്കുക. അപ്പൊ താഴത്തെ ഒരു കമന്റ്സ് വരും, ചേച്ചി നിങ്ങളെ കണ്ടത് മതി, ചട്ടിയിൽ എന്താണ് കാണിക്കുന്നത്, നിങ്ങളെ കണ്ടതൊക്കെ മതി, ചട്ടിയിൽ എന്താണ്ടെന്ന് കാണിച്ചല്ലേ ഞങ്ങൾക്കറിയാൻ പറ്റും. ഓ അപ്പോഴാണ് ക്ലോസപ്പ് ഇടണമെന്ന് പറഞ്ഞ് മനസ്സിലായത്. അപ്പൊ മിഡ് ഷോട്ട്, ഇങ്ങനെ വൈഡ് ക്ലോസപ്സ്, പിന്നെ ഷോർട്സ് കുറച്ചായിട്ട് പഠിച്ചു. സ്റ്റിൽ ഐ എം നോട്ട് എ വെരി ഗുഡ് യൂട്യൂബർ എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു 600 വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഞാൻ തന്നെ ഡയറക്ഷൻ ചെയ്ത്, ഞാൻ തന്നെ ഓൺ ഡയറക്ഷൻസ്. ചേച്ചി അപ്പൊ റീസെന്റ് ആയിട്ട് ഒരു ഫിലിം ഡയറക്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ ചെയ്യും, പക്ഷെ നല്ല പ്രൊഡ്യൂസേഴ്സ് കിട്ടണം, നല്ല അടിപൊളിയായിട്ട് നല്ല സ്ക്രിപ്റ്റ് കിട്ടിയാൽ. യെസ് ഓഫ് കോഴ്സ്. കുറച്ച് നാളായിട്ട് മലയാളം ഇൻഡസ്ട്രിയിലുണ്ട്. അപ്പൊ ചേച്ചി എപ്പോഴും പറയും, നേരത്തെ എന്നോട് ചോദ്യം ചോദിച്ചു ക്യാരക്ടർ ആർട്ടിസ്റ്റുകൾ ആരൊക്കെയാണ്, അതൊക്കെ ചോദിച്ചു. അപ്പൊ ചേച്ചി ആ ജനറേഷൻ്റെ കൂടെയും വർക്ക് ചെയ്തിട്ടുണ്ട്, ഇപ്പത്തെ ജനറേഷൻ്റെ കൂടെയും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനുള്ളൊരു ഡിഫറൻസ് ഒക്കെ ചേച്ചിക്ക് എന്താ തോന്നിയിരിക്കുന്നത്? ഇപ്പൊ ഇരിക്കുന്ന കുട്ടികൾ ഭയങ്കര ഒബ്സർവിങ് ചെയ്യാനും ഭയങ്കര സ്മാർട്ടാണ്, ബിക്കോസ് ദേ ആർ വെരി വെൽ എഡ്യൂക്കേറ്റഡ്. എല്ലാം എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് കോളേജ് കഴിഞ്ഞ് നല്ല മിടുക്കികളായിട്ട് വരുന്നുണ്ട്. പക്ഷെ അവർക്ക് ഈ പ്രൊഫഷനിൽ വന്ന് ഈ പൈസ ഉണ്ടാക്കി ജീവിക്കണം എന്നൊക്കെ ഒന്നുമില്ല, ഇതൊരു പാഷനായിട്ട് തന്നെ വരുന്നുണ്ട്. പിന്നെ ചില ആൾക്കാർ, സിമ്രൻ, ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ഇപ്പൊ വന്ന എങ്ങനെ രാഷ്മിക കുട്ടിയൊക്കെ ഭയങ്കര ഡെഡിക്കേഷൻ ഉള്ള കുട്ടികളാണ്. ഭാഷ അറിയാത്തവരും അറിഞ്ഞിട്ട് വന്ന് ചെയ്യുന്നവരൊക്കെ ഉണ്ട് ഒരുപാട്. പക്ഷെ ഇപ്പൊ ഇരിക്കുന്ന യങ്ങർ ജനറേഷൻ പഴയ ജനറേഷനെ മനസ്സിലാക്കണം. പഴയ ജനറേഷൻ നമ്മളൊക്കെ ക്യാരവൻ ഇല്ല അപ്പൊ ആ സമയത്ത്. ആ സമയത്ത് നമ്മള് അംബാസഡർ കാറിന്റെ അകത്തിരുന്ന് ഡ്രസ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്, മനസ്സിലായില്ലേ? ഇപ്പൊ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. അപ്പൊ അതിന്റെ ഉള്ള ഡെഡിക്കേഷൻ പോയി. ഡെഡിക്കേഷനും ഉണ്ടാകണം. ഡയറക്ടേഴ്സ് ആണ് നമ്മളുടെ ക്യാപ്റ്റൻ. അപ്പൊ ക്യാപ്റ്റൻ പറയുന്നതാണ് നമ്മൾ കേൾക്കണം. എന്ത് വേണോ അത് മാത്രം അഭിനയിച്ചാൽ മതി, എക്സ്ട്രാ അഭിനയിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതിനുവേണ്ടി ഇവിടെ പീലി റെഡാക്കണം, മുടി റെഡാക്കണം, അങ്ങനെയൊക്കെ ഇല്ല. വെളുത്തിരിക്കണം, കറുത്തിരിക്കണം, ഇപ്പൊ ആർക്ക് വേണമെങ്കിലും അഭിനയിക്കാം. പക്ഷെ നമ്മൾ ആ തൊഴിലോട് ഡെഡിക്കേഷൻ ഇല്ലെങ്കിൽ എല്ലാം ഫെയിലിയർ ആയിരിക്കും, ഫേക്കായി പോകും. നമ്മള് ആ ഡെഡിക്കേഷൻ ആയിട്ട് ആ തൊഴിലോട് കുറച്ച് സ്നേഹം വരുന്നെങ്കിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്തിട്ടായിരിക്കും. സി വി ആർ ഓൾ മോർ ദൻ 36 years ആയില്ലേ. എന്നും നമ്മൾ ഒരു പടത്തിന് വിളിക്കുന്നെന്ന് പറഞ്ഞാൽ എനിക്ക് ജസ്റ്റിഫൈ ചെയ്യാതെ ഏത് ക്യാരക്ടർ ആണെങ്കിലും ഞാൻ വിളിച്ചു ചോദിക്കും ആരാ ഡയറക്ടർ, ആ പടം ചെയ്താൽ എനിക്ക് എന്തെങ്കിലും ഉണ്ടോ ചെയ്യാൻ. അങ്ങനെയുള്ള പടങ്ങളിൽ ഞാൻ ജസ്റ്റിഫൈ ഇരുന്നെങ്കിൽ ഞാൻ ചെയ്യും. ഞാനും സത്യരാജ് സാറും സീതയൊക്കെ ഒരു വെബ് സീരീസ് ചെയ്തിപ്പോ, മൈ പെർഫെക്റ്റ് ഹസ്ബൻഡ്.
എക്സലന്റ് ഇതായിരുന്നു വെബ് സീരീസ്, ടോപ്പായിരുന്നു. ഇപ്പൊ ഞാൻ ചെയ്ത ഗുരുവായൂർ അമ്പല നടയിൽ ഇപ്പൊ ഭയങ്കര ഹിറ്റായിരുന്നു. പിന്നെ രണ്ടാം യാമം എന്ന് ഒരു പടം ചെയ്തിരിക്കുകയാണ്, അപ്പൊ അത് റിലീസാകാൻ പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ നല്ല ജസ്റ്റിഫൈ റോൾസ് വരണം എന്ന് പറഞ്ഞാൽ എനിക്ക് താല്പര്യമുണ്ട്. ചേച്ചി ഈ ബേസിക്കലി ഞാനൊക്കെ വന്ന സമയത്ത് എല്ലാരും പറയുന്നതായിരുന്നു, ഇപ്പം ഈ ചേച്ചി പറഞ്ഞ പോലെ ചേച്ചി ഇപ്പൊ 3 അഭിനയിച്ചു, സീരിയല്, ഫിലിം, വെബ് സീരീസ് എല്ലാം അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങളൊക്കെ വന്ന ഇടയ്ക്ക് ഞങ്ങളോട് പറയുമായിരുന്നു സീരിയൽ ചെയ്യല്. ഇപ്പൊ ചേച്ചി നേരത്തെ പറഞ്ഞില്ലേ അവർ സീരിയൽ സിനിമയൊന്നും ഇല്ലാത്തോണ്ടാ പോകുന്നത്, അങ്ങനെയൊക്കെ. ചേച്ചിക്ക് ആ ഡിഫറൻസ് മാത്രമല്ല അത് കാറ്റഗറൈസ് ചെയ്യുന്നതുകൊണ്ട് ചേച്ചിക്ക് എന്നാ ഫീൽ ചെയ്ത്? അല്ല, നല്ല ക്യാരക്ടേഴ്സ് ആണെങ്കിൽ ഇപ്പൊ ഞാൻ ഭാരതി കണ്ണമ്മ എന്നൊരു സീരിയൽ വിജയ് ടിവിയിൽ ചെയ്തു. അപ്പൊ എന്റെ അടുത്ത് ചോദിച്ച് ഒരു 5 ഇയേഴ്സ് പോകും. ഞാൻ പറഞ്ഞു 5 ഇയേഴ്സ് ഒക്കെ രാവിലെ 6 മണിക്ക് എണിക്കുക, നമ്മൾ ഒരു 8:30 മണിക്ക് പോയിരിക്കുക, പിന്നെ ഒരു 6 o'clock എന്ന് പറയുന്നത് ഒരു 7:30 ഒക്കെ ആകും, പിന്നെയും വന്ന് കിടന്നത് അതൊരു ഭയങ്കര സ്റ്റീരിയോ ടൈപ്പ് ആകും. ഞാൻ പറഞ്ഞു 6th month അഭിനയിച്ചു തരാം, അതാണ് എന്റെ കണ്ടീഷൻ. ഞാൻ എവിടെയും ഒരു സീരിയൽ ചെയ്തായിരുന്നു, മന്ദാരം എന്ന് പറഞ്ഞിട്ട്. അതും അങ്ങനെയാണ്, 6 മാസം അല്ലെങ്കിൽ 3 മാസമാണ് കണ്ടീഷൻസ് ഇടും. 3 മാസത്തിൽ ആ ക്യാരക്ടർ. ആക്ടിങ്ങിന് എന്തെങ്കിലും ഡിഫറൻസിയേഷൻ ഉണ്ടോ? ഇല്ല. അതില് കുറച്ചായിട്ട് ഇപ്പൊ തെലുഗുൽ അഭിനയിക്കുന്നതിന് എന്റെ അമ്മ ബാവുനാറ, അതെ കുറച്ച് വില്ലനായിട്ട് എന്റെ അമ്മ ബാഗുനാറ വലേ ഉണ്ണാറേ എന്ന് വെച്ചാൽ അതേ വന്ന് ബാഗുനാറ, അങ്ങനെ സോഫ്റ്റ് ആയിട്ട് ചെയ്യുന്നതിലും ഡിഫറെന്റ് ഉണ്ട്. ഇപ്പൊ സീരിയലിനാണെങ്കിലും വെബ് സീരിയലിനാണെങ്കിലും പടത്തിനാണെങ്കിലും ആ ക്യാരക്ടറാണ് എങ്ങനെ കൊണ്ടുപോകുന്നുണ്ടോ അതാണ്. മനസ്സിലായില്ലേ? അപ്പൊ അത് ഇപ്പൊ നമുക്ക് നല്ല ക്യാരക്ടർ കിട്ടിയ അടിപൊളിയായിട്ട് നമുക്ക് അത് എന്ത് വേണമെങ്കിലും നമ്മൾ വെബ് സീരീസ് ഓൾ ടോപ്പ്. എനിക്കൊക്കെ നല്ല കോപ്പ് ക്യാരക്ടർ ഒക്കെ ചെയ്യണം, ഭയങ്കര ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ക്യാരക്ടർ. ഇപ്പൊ അമ്മയാണെങ്കിൽ അമ്മയുടെ ക്യാരക്ടർ തന്നെ ചെയ്ത് കുറെ നെക്സ്റ്റ് ഡോർ കരച്ചിലുള്ള അമ്മയുടെ ക്യാരക്ടർ ഒക്കെ ചെയ്യാൻ ഇഷ്ടമില്ല. നിറയെ ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുണ്ട് എനിക്ക്. എനിക്കൊരു പോലീസ് ഓഫീസർ ക്യാരക്ടർ ഇട്ടാൽ ഞാൻ അടിപൊളിയായിട്ട് ചെയ്യും. പക്ഷെ അതിന്റെ ഉള്ള ക്യാരക്ടർ നമ്മളെ പ്രസന്റ് ചെയ്യിപ്പിക്കുന്നത് ഡയറക്ടറിന്റെ കയ്യിലാണ്. ചേച്ചി ഡയറക്ടറാണ് ഒരു ആർട്ടിസ്റ്റിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തെടുക്കുന്നത്. അവരിപ്പോ വരുന്ന യങ്സ്റ്റേഴ്സ് പിള്ളേർക്ക് നമ്മളെ കാണുമ്പോൾ റെസ്പെക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമ്മളെ ഒതുക്കി വെക്കും. സീനിയേഴ്സ് ആണെന്ന് പറഞ്ഞിട്ട് നമ്മളെ ഒതുക്കി വെക്കും. അതില്ല, നമ്മളുടെ കൂടെ മിക്സ് ആകണം. അപ്പൊ നമ്മളുടെ മനസ്സിൽ ഉള്ളിനുള്ളിൽ എന്തൊക്കെ വെയിറ്റിംഗ് ഉണ്ട്, നല്ല ക്യാരക്ടർ ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് അറിയണം ആൾക്കാർക്ക്. ഇപ്പൊ എല്ലാരും അറിയും ചേച്ചി. ഇപ്പൊ ഞങ്ങളുടെ ഇതിൽ പറഞ്ഞില്ലേ, അപ്പൊ എല്ലാരും അറിയും ഇനി ചേച്ചി ചെയ്യാത്ത ക്യാരക്ടേഴ്സ് ഒക്കെ നല്ലോണം ചേച്ചി ആഗ്രഹിക്കുന്ന ബോയിങ് പടങ്ങളൊക്കെ ഉണ്ടല്ലേ, സുകുമാരിയമ്മ ചെയ്ത ആ ക്യാരക്ടർ ഒക്കെ ഉണ്ട്, ബ്യൂട്ടിഫുൾ ക്യാരക്ടർ. സുകുമാരിയമ്മ ചെയ്തിരിക്കുന്ന പോലത്തെ ക്യാരക്ടേഴ്സ് എനിക്ക് തോന്നുന്നു ആരും ചെയ്തിട്ടുണ്ടാവും അല്ലെ? അതും ഡിഫറെന്റ് ടൈപ്പാണ്. ഓരോ ചേച്ചി പറഞ്ഞ പോലെ ഒരേ പോലത്തതും അല്ല. പ്ലേഡ് എ വണ്ടർഫുൾ ജോബ് ടിൽ ഹർ ലാസ്റ്റ് ബ്രെത്ത് അല്ലെ? ചേച്ചിയുടെ പേര് മാറ്റിയായിരുന്നു ഫിലിമിലേക്ക് വന്നപ്പോ? ഞാൻ മാറ്റിയില്ല, ഇല്ല എന്റെ പേര് ജോസ്ഫിൻ. അതാണ് നല്ല പേര്. അതാണ് അത്. ആദ്യം എന്റെ ഡയറക്ടർ ഗുരുനാഥർ വന്ന് പറഞ്ഞ് കുറെ പേപ്പേഴ്സ് ഒക്കെ ഇങ്ങനെ എഴുതിയിട്ടിട്ട് എന്നെ ഒരു പേപ്പർ എടുക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ എടുത്തപ്പോ എനിക്ക് രേഖാന്ന് വന്ന്. എന്താന്ന് പറഞ്ഞാൽ അവരുടെ ഹീറോയിൻസിന്റെ പേരൊക്കെ R സ്റ്റാർട്ട് ആകും. രേവതി, രാധിക, രഞ്ജിനി, അങ്ങനെ. അപ്പൊ ഞാൻ എടുത്തപ്പോ രേഖാന്ന് വന്നു. അപ്പൊ അവര് പറഞ്ഞ് സാരല്ല, നോർത്തിലും ഒരു രേഖ കിടക്കട്ടെ, സൗത്തിലും ഒരു രേഖ കിടക്കട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് രേഖ എന്ന് എനിക്ക്. പക്ഷെ എനിക്ക് തോന്നുന്നു ചേച്ചിയുടെ റിയൽ പേരിനെക്കാട്ടിൽ ഏറ്റവും കൂടുതൽ ഇതാന്നല്ലേ എല്ലാവർക്കും അറിയില്ല. പക്ഷെ മലയാളത്തിൽ അറിയപ്പെടുന്ന മീനുക്കുട്ടിയായിട്ട്. കറക്റ്റ്. എനിക്ക് തോന്നുന്നു ആ ക്യാരക്ടർ ആണെന്ന് തോന്നുന്നു ചേച്ചിക്ക് ചെയ്തതിൽ ഏറ്റവും ഉള്ളിലേക്ക് നിൽക്കുന്ന ക്യാരക്ടർ. ചേച്ചി ലാലേട്ടനോട് വർക്ക് ചെയ്തപ്പോ ഉണ്ടായ എക്സ്പീരിയൻസസ് ഒന്നും? ആ ക്യാരക്ടർ അത്രയും സൂപ്പർ ഹിറ്റായിട്ട് ഐ വോണ്ട് ടു താങ്ക് ആ ഡയറക്ടർ. വേണുനാഗവള്ളി അച്ഛാന്നാ വിളിക്കും ഞാൻ, എന്നെ മോളെ എന്ന് പറഞ്ഞിട്ട് വിളിക്കും. ലാൽ സലാം ചെയ്തപ്പോഴും ഈ പടം ചെയ്തപ്പോഴും കിഴക്കുണ്ണതി പക്ഷം ആ പടം ചെയ്യുമ്പോഴും ആ പടത്തിന് ക്യാരക്ടർ അങ്ങനെ കൊണ്ടുവന്ന് പ്രസന്റ് ചെയ്തത് പുള്ളിക്കാരനാണ്. അപ്പൊ കൂടെ അഭിനയിച്ച ആർട്ടിസ്റ്റും അവരെ കണ്ടുപഠിച്ചതാ. നമ്മളൊക്കെ അപ്പോ ലാംഗ്വേജ് പോലും തമിഴ്നാട്ടിലൊക്കെ, ഇപ്പൊ നമ്മൾ തമിഴ്നാട്ടിൽ ഇരിക്കുന്നതുകൊണ്ട് എന്റെ ഭാഷയിൽ പോലും കുറച്ച് തമിഴ് ചൊവ്വ വരാറുണ്ട്. അപ്പൊ സെർവൻസിന്റെ കൂടെ തമിഴ് സംസാരിക്കും, മറ്റവരുടെ അടുത്തൊക്കെ തമിഴ് സംസാരിക്കും. തമിഴ് പടങ്ങൾ കൂടുതൽ, തമിഴ്നാട്ടിൽ താമസം, മലയാളം ഹസ്ബൻഡിന്റെ അടുത്ത് മോളുടെ അടുത്ത് ചിലപ്പോ സംസാരിക്കും, അങ്ങനെയുള്ളില്ല. അപ്പൊ മാറി മാറി സംസാരിക്കുമ്പോ അത് എനിക്ക് മലയാളം വായിക്കാൻ അറിയില്ല, പക്ഷെ പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ കേട്ട് അഭിനയിക്കും. ഇപ്പൊ ലാൽ സാറിന് മമ്മൂക്കാലും എത്രയോ പടങ്ങൾ, ഒളിയമ്പുകളിൽ ഒരു പടം ചെയ്തിട്ടുണ്ട്. അവരുടെ കൂടെ കറക്റ്റ് ഒരു പാർ കിട്ടിയില്ല എനിക്ക്. അത് എനിക്ക് എപ്പോഴും ഒരു വിഷമമുണ്ട്. അയ്യോ, ഇവരുടെ കൂടെ മാത്രം നിറയെ പടം ചെയ്ത് മമ്മൂക്കന്റെ കൂടെ ഒരു അടിപൊളി പടം ചെയ്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു ആഗ്രഹമുണ്ട്. എനിക്ക് പക്ഷെ ആ ഭാഗ്യം കിട്ടി.
മമ്മൂക്കായുടെ കൂടെ ചെയ്യാൻ, പക്ഷെ ലാലേട്ടൻ്റെ കൂടെ ചെയ്യാൻ പറ്റിയില്ല. ആണോ? മൂവീസ് പക്ഷെ എന്താ ചേച്ചി ഒരു മാക്സിമം പോയ 1 year അത്രയും ഞാൻ അഭിനയിച്ചുള്ളൂ. അപ്പൊ അതിനകത്ത് എനിക്കൊരു നല്ല ക്യാരക്ടർ ചെയ്യാൻ പറ്റി. ഐ എം സോ ഹാപ്പി. ചേച്ചി ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇനിയിപ്പോ അടുത്ത ചാൻസസ് കിട്ടുമ്പോ ചേച്ചി ചെയ്ത വേഷങ്ങളല്ല, അതിൽ നിന്ന് കുറച്ച് ഡിഫറെന്റ് ആയിട്ട്, ഫോർ എക്സാമ്പിൾ ചേച്ചിക്ക് IPS ഓഫീസറായിട്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാന്ന് പറഞ്ഞു. ആ വേഷമൊന്നും ചേച്ചി ചെയ്തിട്ടില്ല. അപ്പൊ ഇനി ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഡയറക്ടറിന്റെ ഉള്ളിൽ അതൊരു തോന്നുമല്ലോ, ഷീ ഡസ് നൈസ്ലി. അപ്പൊ അങ്ങനെ വരട്ടെ. ഇനിയിപ്പോ ചേച്ചി ചെയ്ത ക്യാരക്ടേഴ്സിൽ പിടിക്കണ്ട, ന്യൂ ആസ് എൻ ആർട്ടിസ്റ്റ് നമ്മളും അതല്ലേ എക്സ്പെക്ടേഷൻസ് ഉണ്ടാവില്ല എപ്പോഴും. അങ്ങനെ മരിക്കുന്നവരെ അഭിനയിച്ചിട്ടേ ഇരിക്കണം, അതുകൊണ്ടാണ് എനിക്ക് ആഗ്രഹം. ഈശ്വര ദൈവം അനുഗ്രഹിക്കട്ടെ. ചേച്ചി ഞങ്ങളുടെ ഈ ആനീസ് കിച്ചണിൽ വന്നിട്ട് ചേച്ചി ഫസ്റ്റ് ആഗ്രഹിച്ചത് അതല്ലേ. അപ്പൊ ഇനി ഈ വർഷം തൊട്ട് ചേച്ചി ത്രൂ ഔട്ട് ബിസി ആയിരിക്കട്ടെ. അതെ, എനിക്ക് മലയാള പടങ്ങൾ ഒരുപാട് ചെയ്യണം താല്പര്യമുണ്ട്. എന്താന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ കാലിബർ ഉണ്ട്, നമുക്ക് എന്താ പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് ദേ നോസ് വെരി വെൽ. എനിക്ക് എന്താ ടാലന്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ 2-3 ദിവസം പഠിച്ചെടുക്കണം. പക്ഷെ എന്റെ കൂടെ ആസ് എ ഡയറക്ടേഴ്സ് ആരെങ്കിലും ഒരു നല്ല പഠിച്ച ഡയറക്ടർ, ഒരു കാരണന്മാരിരുന്നെങ്കിൽ അവർ അന്നൊക്കെ വിളിച്ചു. എല്ലാ കാരണന്മാരും അന്ന് ഓഡിഷൻ ഉണ്ടായിരുന്നില്ല, ഒന്നുമില്ല. വെറുതെ ഫോണിൽ മാത്രമാണല്ലോ വിളിച്ചു പറഞ്ഞു ഇതാണ് ക്യാരക്ടർ എന്ന് പറഞ്ഞ് വിളിച്ചു പറയും. നമ്മൾ ലൊക്കേഷനിൽ പോകും, പിയാനോ നമ്പർ ഇടും, പോയി അഭിനയിക്കും. ഇപ്പൊ അങ്ങനെയാണല്ലോ, ഓഡിഷനായി പിള്ളേർ എത്ര കഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്താ പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് പറഞ്ഞാൽ ഡയറക്ടേഴ്സ് ആണ് ആലോചിക്കേണ്ടത്. നമ്മൾ എല്ലാവരുടെയും ലോക്ക് ചെയ്തിട്ട് നമുക്കൊരു ചാൻസ് കൊടുക്കണേ, പ്ലീസ് ചാൻസ് കൊടുക്കണേ ചോദിക്കാൻ പറ്റില്ല. സത്യം. അപ്പൊ ക്യാരക്ടേഴ്സ് വരേണ്ടത് ലക്കും ഉണ്ട്, പിന്നെ ഡിപ്പെൻഡ്സ് ഓൺ ദി എന്താ പറയണ്ടേ. ചേച്ചി അതേപോലെ ചേച്ചി ഇപ്പൊ ലാലേട്ടനൂടെ വർക്ക് ചെയ്തു, മമ്മൂക്കാരുടെ വർക്ക് ചെയ്തു. പക്ഷെ അവരുടെ മക്കളൊക്കെ ഇപ്പം ഇൻഡസ്ട്രിയിലേക്ക് വന്നു, അവരെല്ലാം ഹീറോസ് ആയി. അപ്പൊ ചേച്ചി അവരുടെ അച്ഛന്മാരുടെ ഒക്കെ വർക്ക് ചെയ്തതാണ്. ആൻഡ് വാട്ട് യു ഫീൽ അവര് വരുമ്പോ, മക്കള് വരുമ്പോ ഉണ്ടാവുന്ന ഒരു കുട്ടി വന്നു അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവില്ലേ ചേച്ചിക്ക്? അതാണ് ഞാൻ പറയുന്നുണ്ടല്ലോ, ഇപ്പൊ ഉള്ള യങ്ങർ ജനറേഷൻ നമ്മളൊരു സീനിയർ ആണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരുമ്പോ തന്നെ ചേച്ചിക്ക് അത് ഇഷ്ടമല്ല. എനിക്ക് എന്നെ ഭയങ്കര ജീൻ ഷർട്ടൊക്കെ ഇട്ട് അടിച്ചു പൊളിച്ച് കൂടെ തന്നെ നിർത്തണം. എന്നെ കൂടെ തന്നെ നിർത്തിയാൽ ഞാൻ അടിച്ചു പൊളിക്കും. നമ്മളിങ്ങനെ തീരുമാനിച്ചിട്ട് അങ്ങനെ ആ റൂമിൽ ഇട്ടിട്ട് ഇവരൊക്കെ പോയി തനിച്ച് ജോലി അടിക്കും. അപ്പൊ എനിക്കത് വേണ്ട, എന്റെ കൂട്ടത്തിൽ നിർത്തി. ചേച്ചീനെ ഭയങ്കര സീനിയർ ആയിട്ട് മാറ്റണ്ട. ചേച്ചിയും സ്റ്റിൽ 30s ആണ്, അതുകൊണ്ട് ചേച്ചിക്ക് എനിക്കങ്ങനെ അടിച്ചു പൊളിച്ചു മാത്രമേ ഉള്ളൂ ചേച്ചിയുടെ ഏക കംപ്ലൈന്റ് അതാണ്. ചേച്ചി നമ്മൾ കുറെ നേരമായി വർത്താനം പറയുന്നത്. നാട്ടുകാർ വിചാരിക്കും ഇതെന്ത് ചേച്ചി പറഞ്ഞത് ഉണ്ടാക്കി വെച്ചിട്ട് മുമ്പിലിരുത്തി വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക, ഈ കൊച്ചൊന്ന് നിർത്തിയേച്ച് വേണമല്ലോ ആ ചേച്ചിക്കൊന്ന് കഴിക്കാൻ. സോറി, ഞാൻ എന്തായാലും ചേച്ചി പറയുന്ന നല്ല കാര്യങ്ങൾ അത് കേട്ടിരുന്നു പോയി. പിന്നെ ഞാൻ ചേച്ചീനെ കാണുമ്പോൾ സംസാരിക്കാനുള്ളത് ചേച്ചിയും കുറവില്ല, എനിക്കും കുറവില്ല. ഞങ്ങൾക്ക് വർത്താനം പറയാൻ ഇഷ്ടം അല്ലേ ചേച്ചി? ചേച്ചി ഈസ് ഓൾവേസ് പോസിറ്റീവ്. ഞാൻ ഒത്തിരി പോസിറ്റീവ് ആണെന്നാണ് എന്റെ വിശ്വാസം. അതുകൊണ്ട് ചേച്ചിക്ക് ഐശ്വര്യമായിട്ട് ഞാൻ എന്റെ ഭക്ഷണം കൊടുക്കട്ടെ. എനിക്ക് ഇങ്ങനത്തുള്ള സിമ്പിൾ ഫുഡൊക്കെയാണ് ഭയങ്കര ഇഷ്ടം. പക്ഷെ നാടൻ ഫുഡ് അതാണ് ഹെൽത്തിന് നല്ലത്. ചേച്ചി US പോയാലും ഞാൻ സാമ്പാർ കിട്ടുമോ ചോദിക്കും, രസം കിട്ടുമോ. ചേച്ചി US പോയാലും നമ്മൾ അവിടുത്തെ ഫുഡ് 2 ദിവസം കഴിച്ചു എന്ന് വിചാരിച്ചോ, നമ്മൾ പിന്നെ ഇത് തന്നെ ആഗ്രഹിക്കും. ഇത് വെക്കട്ടെ ഫ്രൈ. എക്സലന്റ്, കറക്റ്റ് കോമ്പിനേഷൻ. കറക്റ്റ് ആയിട്ടും കപ്പ നല്ല വെന്ന് ഭയങ്കര അതിന്റെ കോമ്പിനേഷനിൽ ചാൻ കൂട്ടി കഴിക്കുമ്പോ സൂപ്പർ ആയിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. അത് മാത്രല്ല ഇപ്പൊ ഞാൻ എന്നാ കഴിക്കുന്നില്ലേന്ന് ചോദിച്ചാൽ ഞാൻ കഴിക്കുന്നില്ല. കാര്യം എന്നാന്ന് വെച്ചാൽ അറിയാം, ചേച്ചി വന്നു കയറിയപ്പോ തന്നെ കൊതി പിടിപ്പിച്ചു. എന്താന്ന് വെച്ചാൽ കഞ്ഞിയും തൈരും കപ്പയും മീനും എല്ലാം കൂടെ ഇട്ട് ഞാൻ ഒരു വായി കൂട്ടി തരാം. എനിക്ക് എല്ലാവർക്കും വേണ്ടി കുറച്ച്. താങ്ക് യു. ഞാൻ കഴിക്കാം. ചേച്ചി പറഞ്ഞല്ല കഞ്ഞിയിൽ കഴിച്ചു നോക്ക്, സൂപ്പർ ആയിട്ടുണ്ട്. അതിന് വറുത്ത കോമ്പിനേഷൻ, അതെ അതാണ് അതിന്റെ കോമ്പിനേഷൻ. അപ്പൊ എനിവേ ചേച്ചി ഐ എം സോ ഹാപ്പി. ചേച്ചിക്ക് ആക്ടിങ് അല്ലാതെ കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. നെക്സ്റ്റ് ഹോബി ട്രാവൽ ചെയ്തുകൊണ്ടേയിരിക്കണം. എന്നിട്ട് നിറയെ ഷോപ്പിംഗ് പോകും. ഷോപ്പിംഗ് പോയി അത്യാവശ്യം എന്ത് വേണോ അതാണ് മേടിക്കണം. ചുമ്മാ ആവശ്യമുള്ള അതൊക്കെ മേടിക്കില്ല, ഞാൻ ലിസ്റ്റ് എടുത്ത് വെക്കും. ചേച്ചി വെരി കാൽക്കുലേറ്റീവ് അല്ലേ? എന്നിട്ട് ഫിനാൻഷ്യലി ഷുഡ് ബി വെരി ഫിറ്റ്. ഞാൻ യങ്ങർ ജനറേഷന് പറയുന്നത്, നിങ്ങൾ ഒരു പേപ്പർ എടുത്ത് മന്ത്ലി ഇൻകം എഴുതിയെടുക്കുക. മന്ത്ലി ഇപ്പൊ ഒരു മാസത്തിന് ഒരു 20,000 ഇൻകം വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതിന് 100 EMI ഉണ്ടാവും. വീട്ടിൽ ഇത്രയും പൈസ കൊടുക്കണം. അവർക്ക് വേണ്ടി സേഫ്റ്റി ചെയ്യാൻ ഉണ്ടാവില്ല. പിന്നെ ഒരു ബൈക്ക് മേടിച്ചാൽ അതിന് പോകണം, അത് റിപ്പയർ വരും, അത് വരും, ഇത് വരും. അപ്പോ കുറച്ച് സേവിങ്ങോ ഉണ്ടാകണം.
അല്ലെങ്കിൽ ജീവിതം ആദ്യം സേവ് ചെയ്യുക, പിന്നെ ബാക്കി ചെലവ്, അല്ലേ? അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. സോ ഹാപ്പി. നമ്മള് പൈസ ഇരിക്കുമ്പോ നമുക്കൊരു ഭയങ്കര കോൺഫിഡന്റ് വരും, മനസ്സിലായില്ലേ? ചേച്ചി പറഞ്ഞ വെരി ട്രൂ കേട്ടോ പറയുന്നത്. ഞാൻ ട്രൂലി എഗ്രി വിത്ത് ദാറ്റ്. പിന്നെയും വർത്താനം പറഞ്ഞ് തീരുന്നില്ല, ബിക്കോസ് ചേച്ചി ഓൾവേസ് ഇസ് പോസിറ്റീവ്. ആരുടെയും ഒരു എന്താ പറയാ ഇന്ന ആൾക്ക് ഇന്നത് ദോഷം വരട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയെ അല്ല. I never ever, because I want to be help all. എന്നെ കൊണ്ട് പറ്റുന്നത് ഞാൻ സഹായിക്കും. പക്ഷെ ഈ കൈ കൊടുക്കുന്നത് ഈ കൈ അറിയില്ല, അങ്ങനെയാണ്. പിന്നെ എല്ലാരും നന്നായിരിക്കണം, ഹെൽത്തി ആയിരിക്കണം, വെൽത്തി ആയിട്ടിരിക്കണം. എല്ലാരും നന്നായിരിക്കുമ്പോ നമുക്കും അത് ഭയങ്കര സന്തോഷം അല്ലെ. അത് മറ്റേ കാന്താരി ചമ്മന്തി. ആഹാ, ഞാൻ പറഞ്ഞല്ലേ അപ്പൊ സംസാരിച്ചിട്ടിരിക്കുമ്പോ മറന്നോ? ചേച്ചിക്ക് ഇനിയിപ്പോ അതും കൂടെ കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോ വർത്താനം പറയുന്ന കുറച്ചുകൂടെ കുറവായിരിക്കും. സോ ഹാപ്പി ഇൻ ദ ഫുഡ്. വെരി ബ്യൂട്ടിഫുൾ. ഇത് ചെമ്മീന്റെ ചമ്മന്തിയാണോ? ചേച്ചി എല്ലാം കഴിക്കാം. അടിപൊളി അടിപൊളി. ഇനി ഞാൻ വർത്താനം പറയണ്ടല്ലോ. വേണ്ട, സൂപ്പർ. വിട്ടോളൂ. മാതാപിതാ ഗുരു ദൈവം എന്ന് പറഞ്ഞ മാതിരി ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിംസ് ഏത് ദൈവത്തെ വേണമെങ്കിലും ഒരു ഒരു ചൈതന്യം ഉണ്ട്, ഒരു യൂണിവേഴ്സ്. അവിടെ നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ, അത്രയുണ്ട്. ചേച്ചി പറഞ്ഞു കഴിഞ്ഞു. എല്ലാവർക്കും പോസിറ്റീവ് വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. Till then, goodbye. Annie's Kitchen. Let's cook with love.